എല്ലാവർക്കും നമസ്കാരം. സ്ട്രൈക്ക് ടോക്കറിലേക്ക് ഏവർക്കും സ്വാഗതം. അറക്കാൻ വെച്ച പോത്തിനെ കയറൂരി വിട്ട അവസ്ഥയാണ് ഇപ്പോൾ PV അൻവറിൻ്റേത്. സഹകരണ കക്ഷിയായി പ്രഖ്യാപിക്കാത്തതിന് UDFനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമെതിരെ രൂക്ഷ വിമർശനവുമായി PV അൻവർ. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണെന്നും കത്രികപ്പൂട്ടാണ് ലക്ഷ്യമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വലിയ പീഠത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നയാളാണ് ഞാൻ. ചിലർ പീഠത്തിൽ തന്നെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിലാണ് ഇനി പ്രതീക്ഷയെന്നും വേണുഗോപാലിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുവെന്നും അൻവർ പറഞ്ഞു. പിണറായി സർക്കാരിനെ താഴെയിറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന രീതിയിലാകണം കാര്യങ്ങൾ ചെയ്യേണ്ടത്. സഹകരണ മുന്നണിയാക്കാമെന്ന് പറഞ്ഞു. അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണിയാണെന്ന് പറഞ്ഞാൽ ബസ്സിൽ ക്ലീനറുടെ കൂടെ നിന്ന് പോകുന്ന പോലെയാണ്. അത് മതി, പ്രശ്നമില്ല. നമ്മളൊരു ചെറിയ പാർട്ടിയല്ലേ, അതിന് സമ്മതിച്ചു. അതെങ്കിലും പൊതുസമൂഹത്തോട് പറയണ്ടേ. ഇന്നലെയും പറഞ്ഞത് അൻവർ വ്യക്തമാക്കട്ടെ എന്നാണ്. ഇതിൽ കൂടുതൽ എന്താണ് വ്യക്തമാക്കേണ്ടത്? എന്നെ വസ്ത്രാക്ഷേപം നടത്തി തെരുവിലേക്ക് വിട്ടിരിക്കുകയാണ്. എൻ്റെ മുഖത്ത് ചെളിവാരി എറിയുകയാണ്. ദയാവധത്തിന് വിട്ടിരിക്കുകയാണ്. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? അതുകൂടി ഒന്ന് വിശദീകരിക്കണ്ടേ. കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുകയാണ്. ഇനി കാലു പിടിക്കാനില്ല. ഞാൻ കാലു പിടിച്ചത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. എനിക്ക് ഒരു അധികാരവും വേണ്ട. കത്രിക പൂട്ടിട്ട് പൂട്ടാനാണ് ശ്രമം. ഉയർന്ന പീഠത്തിലിരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്ന ആളാണ് ഞാൻ, അൻവർ പറയുന്നു. ആര്യാടൻ ഷൗക്കത്ത് എങ്ങനെ സ്ഥാനാർത്ഥിയായെന്ന് തനിക്കറിയാമെന്ന് അൻവർ പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനെ ആരാണ് പറ്റിച്ചതെന്നും അറിയാം. അത് പറയേണ്ട ഘട്ടം വന്നാൽ ജനങ്ങളോട് പറയും. ആവശ്യമെങ്കിൽ തൃണമൂലിൽ മത്സരിക്കും. മമത പ്രചാരണത്തിന് വരുമെന്ന് അൻവർ പറഞ്ഞു. പിണറായി വിജയനെ പുറത്താക്കാനാണ് താൻ രാജിവെച്ചത്. അങ്ങനെ വരുമ്പോൾ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് ഈ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമെന്ന് UDF അങ്ങനെ ചെയ്യുമെന്നുമാണ് കരുതിയത്. ആര്യാടൻ ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന കാര്യത്തിന് ഒരു തടസ്സമല്ല. അദ്ദേഹവുമായുള്ള വിഷയം വേറെയാണ്. അത് ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ല. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഇനിയൊരു ചർച്ചയിലേക്ക് കടക്കുന്നില്ല. സ്ഥാനാർത്ഥിയുടെ കുഴപ്പം കൊണ്ട് ഒരു വോട്ട് പോലും പോകരുത്. അൻവർ അധിക പ്രസംഗിയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ എവിടെയാണ് അധിക പ്രസംഗം നടത്തിയത്? ഷൗക്കത്തുമായി വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ UDF ഒരു വലിയ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോലും കുഴപ്പമില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ നൽകിയിട്ടും UDFന്റെ ഭാഗത്ത് നിന്ന് ഒരു നന്ദി വാക്ക് പോലും ഉണ്ടായില്ല, അൻവർ പറഞ്ഞു. സ്ഥാനാർത്ഥിയായിരുന്ന മിൻഹാജിനെ പിൻവലിച്ചപ്പോൾ അദ്ദേഹത്തെ UDF പ്രചാരണ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലിരുന്ന് UDF പ്രവർത്തകർ ബിരിയാണി വെച്ചു നൽകിയത് മിൻഹാജിന്റെ നേതൃത്വത്തിലാണ്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പോലും മിൻഹാജിനെ വിളിച്ച് ആരും നന്ദി പറഞ്ഞില്ല. അപമാനിതനായാണ് അദ്ദേഹം CPMൽ ചേർന്നതെന്ന് അൻവർ പറഞ്ഞു. വയനാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDFന് പിന്തുണ നൽകി. പ്രിയങ്ക ഗാന്ധിക്ക് ഏറ്റവും അധികം വോട്ട് വർദ്ധിച്ചതും നിലമ്പൂർ മണ്ഡലത്തിലാണ്. അന്ന് ആര്യാടൻ ഷൗക്കത്തും വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം പറഞ്ഞതാണ്. UDFന് കത്ത് കൊടുത്തിട്ട് 4 മാസം കഴിഞ്ഞു. ഈ മാസം 2-ന് കോഴിക്കോട് UDF യോഗം ചേർന്നപ്പോൾ ഈ കത്ത് ചർച്ച ചെയ്യുകയും താനുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചതുമാണ്. അന്ന് UDF കൺവീനറായിരുന്ന MM ഹസൻ ഇക്കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അറിയിച്ചതാണ്. ഒരാഴ്ചക്കുള്ളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്ന് അറിയിച്ചു. എന്നാൽ പിന്നീട് ഇത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. പലതവണ VD സതീശനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചില്ല. ഈ മാസം 15-ന് എറണാകുളത്തുള്ള ഒരു സുഹൃത്ത് വഴി അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഉച്ചഭക്ഷണത്തിന് ശേഷം പിരിയുമ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഇക്കാര്യങ്ങൾ വാർത്താ സമ്മേളനം വിളിച്ച് പറയുമെന്നാണ് അന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. പത്രക്കുറിപ്പ് കൊടുത്താലും മതിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ വിശദീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിന്നീട് ഒരു വിവരവുമില്ല. ഇതിനിടയിൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശ്രമിച്ചു. PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളുമാണ് ഒപ്പമുണ്ടെന്ന് അറിയിച്ചത്, അൻവർ പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ തലപോയ തെങ്ങിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ അൻവറിൻ്റേത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.